പാലക്കാട് സാജിദ് അജ്മൽ ഉണ്ട്. സാജിദ്, ഈ സൈലന്റ് വാലി മേഖലയിൽ വലിയ മഴയാണെന്ന് പറയുന്നു. ഈ ഡാമുകളൊക്കെ ജലനിരപ്പ് ഉയർന്നു. എന്താണ് അവിടുത്തെ സ്ഥിതി? അജിംസ്, സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള അട്ടപ്പാടിയിലെയും മണ്ണാർക്കാട്ടെയും മഴ നിലവിൽ പൂർണ്ണമായി നിന്നിട്ടുണ്ട്. ഈ വെള്ളം പുഴകളിലേതും മറ്റും താഴ്ന്ന് തുടങ്ങി എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് സൈലന്റ് വാലി മലനിരകളിൽ അതിശക്തമായ മഴ പെയ്തത്. ഇതോടുകൂടി ഈ പുഴകളിലൂടെ വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. കാഞ്ഞിരത്ത് നിന്നോ തെങ്കരയിലേക്ക് പോകുന്ന കോസ്വേ പൂർണ്ണമായി അതിന് മുകളിലൂടെ വെള്ളമൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വാഹനങ്ങൾ കടന്നു പോകാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അലനല്ലൂരിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് പോകുന്ന കണ്ണംകുണ്ട് ഈ കോസ്വേക്ക് മുകളിലൂടെ വലിയ തോതിൽ വെള്ളം പോവുകയും ചെറിയ വാഹനങ്ങൾ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതും ഇപ്പോൾ മാറിയിട്ടുണ്ട്. അട്ടപ്പാടി ചുരത്തിലൂടെ അവിടെ വലിയ തോതിൽ വെള്ളം, സാധാരണ മഴക്കാലത്ത് ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുമായിരുന്നു. ഇത് ഈ കലങ്ങി മറിഞ്ഞുകൊണ്ട് വലിയ തോതിൽ വെള്ളം കുത്തി ഒലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മഴ കുറഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പിന്നീട് മഴയുള്ളത് നെല്ലിയാമ്പതി മേഖലയിലാണ്. നെല്ലിയാമ്പതിയിൽ അതിതീവ്ര മഴയില്ല, സാധാരണ മഴ മാത്രമാണ് ഉള്ളത്. നെല്ലിയാമ്പതി ചുരം വഴി ഇപ്പോഴും ഗതാഗതം പ്രശ്നമില്ലാതെ തുടരുകയാണ്. ഈ മറ്റ് പ്രദേശങ്ങളിൽ ഈ ആലത്തൂര്, വടക്കഞ്ചേരി മേഖലയിൽ രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയില്ല. പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ നിലവിൽ മഴ പെയ്യുന്നൊരു സാഹചര്യമില്ല. മലയോര മേഖലയിൽ തന്നെയാണ് ഒരു ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തുടരുന്നത്. അജിംസ്.